ഹലോ ഗൈസ്, വെൽക്കം ടു ലീലു ടോക്കീസ്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്, എല്ലാ ദിവസവും വീട്ടിലോട്ട് നടന്നാണ് പോകുന്നത്. റോഡിൽ കാണുന്ന സകല കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള സൈഡിലുള്ള റോഡൊക്കെ അടച്ചിട്ടേക്കുക. നമുക്കൊരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല നടന്നു പോകാനായിട്ട്, അത്രയ്ക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മൾ കറങ്ങി വേണം നടന്നു പോകാൻ. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പബ്ബാണ് കേട്ടോ, റൂബീസ് ഗ്രിൽ ആൻഡ് ഇത്. പിന്നെ ഇത് കണ്ടോ, ഇതും ഒരു പബ്ബാണ്. പബ്ബ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോ ബാറാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ത്രിയേരീനി ഉണ്ടല്ലോ, ഇവിടാണ് മെയിനായിട്ടും കോൺസേർട്ട്സും കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ എഡ്ഡി റോക്കറ്റിലെ ഫുഡ് അടിപൊളിയാട്ടോ, പക്ഷേ എക്സ്പെൻസീവാണ്. നല്ല ഫ്രഷ് പാറ്റിയിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഫുഡാണ്. പിന്നെ സ്റ്റാർബക്സ് കോഫി, ആക്ച്വലി സ്റ്റാർബക്സ് കോഫി കൊള്ളില്ല. പിന്നെ ഈ ഒരു കൗതുകം എന്നൊക്കെ പറയില്ലേ, ഞാൻ അങ്ങനെ ആയിരുന്നു, നാട്ടിൽ വെച്ച് സ്റ്റാർബക്സ് കുടിച്ചിട്ടില്ല. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായി കാശ് കിട്ടിക്കഴിഞ്ഞപ്പം എങ്ങനെ കുടിച്ചു നോക്കണമല്ലോ, അങ്ങനെയായിരുന്നു കുടിച്ചു നോക്കി. പക്ഷേ സത്യം പറയാൻ എനിക്കിഷ്ടപ്പെട്ടില്ല. അതിലും എത്രയോ നല്ലതാണ് ഇൻസോമീനിയുടെ ഹോട്ട് ചോക്ലേറ്റും അതുപോലെ ബട്ട്ലേഴ്സിൻ്റെ ഒക്കെ. സ്റ്റാർബക്സ് ശരിക്കൊരു ബ്രാൻഡ് വാല്യൂ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ മിക്കവാറും ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ വരുമ്പം ഞാൻ ഇവിടുന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് പഠിക്കും, ഇൻസോമീനിയ. ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊരു കാര്യം കാണിക്കട്ടെ, അതായത് അത്രയും ദൂരം നടന്ന് വന്നാലാണ് നമുക്കൊരു ബസ്സോ അല്ലെങ്കിൽ ലുവാസോ കയറാൻ പറ്റത്തുള്ളൂ, നടക്കണം. അപ്പം അങ്ങനെ നടന്ന് ഇത്രയും വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ബസ്സോ അല്ലെങ്കിൽ ലുവാസോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നത്. അതിൻ്റെ ഒരു ലുവാസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കിക്കോണേ. ഈ ലുവാസ് ഭയങ്കര കോമഡി കേട്ടോ. ഇപ്പം ഇതിൻ്റെ രൂപമൊക്കെ മാറ്റി റെഡ് കളറിലൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് കോക്കിൻ്റെ പരസ്യമൊക്കെ വെച്ചിട്ട്. നല്ല കണ്ടോ, അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്. എന്താ ഇപ്പോൾ വരും. ഇതിവിടെ ഇങ്ങനെ കുറച്ച് നേരം പോസ് ചെയ്തിടും, എന്നിട്ട് എന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിടും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞേച്ചേ അത് പോകത്തുള്ളൂ. ശരിക്കും ഇതിങ്ങനെ വന്ന് നിന്ന് കഴിയുമ്പോൾ എനിക്ക് നാട്ടിൽ ഈ ഷൊർണൂരൊക്കെ കുറേ നേരം ഇങ്ങനെ ട്രെയിൻ നിർത്തിയിടത്തില്ലേ, അപ്പോൾ ഒരു സൗണ്ട് ഇല്ലേ എൻജിൻ്റെ ഒക്കെ, ആ സൗണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതുകൊണ്ട് ഗൈസ്, അപ്പച്ചൻ്റെ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്ത്. അതുപോലെ ഈ സമയത്ത് നമ്മൾ ഇറങ്ങുമ്പം, ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ചില സമയത്ത് നല്ല തിരക്കായിരിക്കും. കാരണം ആൾക്കാർ ലുവാസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അങ്ങനെയൊക്കെ നല്ല തിരക്കായിരിക്കും. പക്ഷേ ചില സമയത്ത് തിരക്ക് കാണില്ല. എനിക്കൊന്നും ഇതുപോലെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ എല്ലാവരും നടക്കും. പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ പട്ടികളെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മൾ നടന്നു പോകുന്ന വഴിക്കുള്ള ഒരു വീടാണ് ഇത്. ഈ വീട്ടിൽ കണ്ടോ പൂക്കൾ, അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവർ വെജിറ്റബിൾസ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ തക്കാളിയൊക്കെ എനിക്ക് കാണാൻ പറ്റും. ക്യാമറ ഇത്തിരി ആക്കാത്ത എന്താണെന്ന് അറിയാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല നമ്മളിങ്ങനെ അവരുടെ വീടിൻ്റെ എടുക്കുന്നതും അതുപോലെ തന്നെ അവരെ എടുക്കുന്നതും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം അത് നമുക്ക് തന്നെ ഒരു പ്രശ്നമായി വരും. എന്തിനാ വെറുതെ വഴി വന്ന് വള്ളിയെടുത്ത് തലയിൽ വെക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കേ നമുക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും കാണാൻ പറ്റും, അതുപോലെ തന്നെ മോശമായ സ്ഥലങ്ങളും കാണാൻ പറ്റും. മോശമായ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ആ സൈഡിൽ നമുക്ക് ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങനെ വട്ടം കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയട്ടെ, എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും, ഈ ദുബായിലൊക്കെ പോലെ എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും ലുവാസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചും വലിയൊരു ലുവാസ് പോകുന്നുണ്ട്, അവിടെ അടുത്ത് ലുവാസ് വരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ ലുവാസ് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലും ലുവാസ് വന്ന് നിൽപ്പുണ്ട്. ഇതിപ്പോൾ ആൾക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത് എന്നിട്ടാണ് ആ ലുവാസ് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ മേടിച്ചിട്ടില്ല എങ്കിലും നമ്മൾ വീടിൻ്റെ അവിടെ തൊട്ട് നമ്മൾ പോകുന്ന, അതായത് നമുക്ക് ലുവാസൊക്കെ കിട്ടുന്ന ആ പോയിന്റ് വരെ
നമുക്ക് എല്ലാ മുക്കിലും കടകളുണ്ട്. അതായത് നമുക്ക് എന്ത് വേണേലും മേടിച്ച് കഴിക്കാൻ പറ്റും. റാപ്പ് വേണേൽ റാപ്പ്, അല്ലെങ്കിൽ ക്രോസൈൻ വേണമെങ്കിൽ ക്രോസൈൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ ഡൺസ് കണ്ടു, ഇൻസോമിനി കണ്ടു. ഇനിയിപ്പോൾ അതേണ്ട ഇവിടെ ടെസ്കോ എക്സ്പ്രസ് കാണാൻ പോവുക. നമുക്ക് ഇതിനകത്തൊന്നും സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷെ നമുക്കിന്നൊന്നും മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് നേരെ വീട്ടിൽ പോകാം. ഇപ്പം ടെസ്കോയിലായാലും എവിടെ ആയാലും ഡൺസിലായാലും എവിടെ ആയാലും ഈ റീസൈക്ലിങ്ങിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ, ബോട്ടിലിൻ്റെ. അപ്പം അത് വന്നിരിക്കുന്ന കാരണം എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. എനിക്ക് നടന്നു പോകുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്ത വ്യൂ. ഒരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് രസമാണെന്ന് പറയുന്നത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പുൽമേട് കണ്ടോ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഈ ചൂട് കിടന്ന് ആ പുള്ളി കിടക്കുന്നുണ്ടോ, ആ പുള്ളി കിടക്കുന്നുണ്ടോ, അതുപോലെ എത്രയോ ആൾക്കാർ വന്ന് കിടക്കുന്ന അറിയാം. നല്ല രസമാണ് ഇങ്ങനെ കാണാൻ. ഇതിൻ്റെ ആ പാലം കണ്ടോ, ആ ഭാഗം ഡാർക്ക് സ്റ്റേഷൻ, അതായത് ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ താമസിക്കുന്നവർ, ദൂരെയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ളവരൊക്കെ. പിന്നെ ഇതിൻ്റെ അപ്പുറം സൈഡ് സിറ്റി സെൻറ്ററാണ്. ഇതിൻ്റെ അപ്പുറം സൈഡ് നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ ബാക്ക് സൈഡാണ് നടക്കുന്നത്. നമ്മൾ വീണ്ടും നടക്കുമ്പോൾ നമുക്ക് വേണ്ട ഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടാണ് ഗൈസ് എൻ്റെ കൂട്ടുകാരൻ അനന്തു വർക്ക് ചെയ്യുന്നത്. ഇവിടെ. ഈ സൈഡിൽ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്, പിന്നെ ഇതെന്താ, ഇത് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊന്ന് ചൈനീസാണോ കൊറിയനാണോ എന്താണെന്ന് അറിയില്ല. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ കൂൾ ഹാൻഡ് കണ്ടോ, ഞാൻ ഇവിടുന്ന് ഒരിക്കലെങ്കിലും ഒരു കോഫി ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ കോഫി കുടിക്കാത്തത് കൊണ്ടാട്ടോ. ഇവരുടെ ഈ ചാക്കിനകത്തൊക്കെ ഇരിക്കുന്നത് എന്താണെന്നറിയോ, കാപ്പിക്കുരുവാണ്. മെഷീനാണ് ഈ കാപ്പിക്കുരു പൊട്ടിക്കുന്ന മെഷീനാണ് ആ ചാക്കിനകത്തൊക്കെ ഇരിക്കുന്നുണ്ടോ. നമ്മൾ ഈ നടക്കുന്ന വഴിക്ക് നമുക്ക് എന്തോരം ബിൽഡിങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. അത് ഫുൾ അക്കോമഡേഷനാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ, ഇഷ്ടം പോലെ ഫ്ലാറ്റുകൾ അവിടെ. എന്നാൽ നമുക്കൊന്നും ഒരു അക്കോമഡേഷൻ കിട്ടുന്ന പോലും ഇല്ല. നമ്മളൊരു ആവശ്യത്തിന് നമ്മൾ തപ്പി നടക്കുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. ഇതാ ഗൈസ് അടുത്ത കട സ്പാർ. ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. ജോലിക്ക് പോകുന്ന ദിവസം ഫുഡ് കഴിക്കാതെ ഇറങ്ങിയാലും പേടിക്കേണ്ട കാര്യമില്ല. കൈ കാശുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും മേടിക്കാം. പക്ഷേ കൈ കാശ് വേണം. പച്ചപ്പ് നല്ല രസമാണ്. ഇവർ ഈ ചെടികളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണാൻ. നല്ല പ്രോപ്പറായിട്ട് വളർന്നു വരുന്ന ചെടികളെല്ലാം വെട്ടി അങ്ങനെ നല്ല രീതിക്ക് ഇവർ കൊണ്ട് നടക്കുന്നത്. നന്നായിട്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം. ഇതൊരു മെയിൻ ഒരു സ്റ്റേഷനാണ്. സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ഇവിടെ നിന്നാണ് രണ്ടായിട്ട് പോകുന്നത്. ഇതൊരു വലിയ സ്റ്റേഷൻ കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ബെൽഫാസ്റ്റിലോട്ട് പോകാനുള്ള ട്രെയിന്, ഇവിടെ നമുക്ക് ലുവാസ് ഉണ്ട്, ട്രാം ഉണ്ട്, ട്രെയിനുണ്ട്, എല്ലാം ഉണ്ട്. ട്രാമും ട്രെയിനും ഒന്നാണോ? അല്ല, ഡാർട്ട് ഉണ്ട്, ട്രെയിനുണ്ട്. ഡാർട്ട് വേറെ. ട്രെയിനിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. ഡാർട്ട് കയറിയിട്ടുണ്ട്, ലുവാസ് കയറിയിട്ടുണ്ട്. പിന്നെ ബസ് ഓഫ് കോഴ്സ്. ഈ പച്ച കളറിൽ ഇതാണ് ഡാർട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ് കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ് കേട്ടോ. അതായത് നമ്മുടെ KSRTC സ്റ്റാൻഡില്ലേ, അതുപോലാണ്. KSRTC സ്റ്റാൻഡ് എന്ന് പറയാം. അതുപോലെ തന്നെ. അതുപോലെ ഇങ്ങനെ മൈക്കിൽ കൂടെ വിളിച്ച് പറയാം. അങ്ങനെയുള്ള പരിപാടിയുണ്ട്. നല്ല ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പം പല സ്ഥലത്തൂടെ നടക്കുമ്പം ശരിക്കും ഭയങ്കരമായിട്ട് നാട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. വേറെ സാധനം കാണിക്കും. വേണ്ടാ, വെടിയും പുകയും എല്ലാം കഴിഞ്ഞ ഒരു ബൈക്ക്. അയ്യോ കണ്ട, ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ബൈക്ക് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാം വണ്ടിപ്രാന്തന്മാരാണ്. എല്ലാവരും വണ്ടികളെ സ്നേഹിക്കുന്നവരാണ്. നമുക്ക് ഇങ്ങനത്തെ വണ്ടികൾ കാണാൻ സാധിക്കില്ല. പൈസ എൻ്റെ പുറകെ പോകുന്ന പുള്ളിക്കാരനെ കേട്ടോ, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും വിശ്വസിക്കുന്നത്. അതാണ് ഇവിടുത്തെ പോലീസ്
ഗാഡ നല്ല ചുള്ളം ചെക്കന്മാരാണ്. നമുക്ക് കാണുമ്പോൾ തോന്നുന്നു നല്ല ചെക്കനാണല്ലോ എന്നൊക്കെ. ഇവിടെ സമ്മറായി കഴിയുമ്പോൾ ഇതുപോലെ കണ്ടോ, ഓരോ പോസ്റ്റിലും ഇങ്ങനെ ഇവർ പൂക്കൾ കൊണ്ടുവന്ന് വെക്കും. ഇതിവർ വെക്കുന്നതാട്ടോ. എന്നിട്ട് വിൻ്റർ ആവുന്ന സമയത്ത് ഇവർ ഇതെടുത്ത് മാറ്റുകയും ചെയ്യും. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴേ ചിലർ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ നോക്കുമ്പോൾ ഇങ്ങനെ തുറപ്പിച്ച് നോക്കും. ചിലരാണ് എന്നെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അത്. ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കാം, ചിലർക്ക് ഇഷ്ടമാണ്. എന്തായാലും എനിക്കിഷ്ടമാണ്. ഇന്ന് എല്ലാ സിഗ്നലും ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സിഗ്നലും കഴിഞ്ഞ കേസ്. ഇനി നമ്മൾ അടുത്ത സിഗ്നൽ ഓൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ നമുക്കല്ലാതെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് നാലുകൂടി ജംഗ്ഷൻ. കണ്ടാ ഇതെല്ലാം നമ്മൾ ഓൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം ക്രോസ് ചെയ്തു, പക്ഷെ ഞാൻ ക്രോസ് ചെയ്യുന്നില്ല. ഒരു പേടി, എപ്പോഴും ഒരുപോലെ ആയെന്ന് വരില്ലല്ലോ. മാത്രമല്ല ചെറിയ ചെറിയ റോഡുകൾ പോലെ അല്ലല്ലോ ഇത്രയും വലിയ റോഡുകൾ അല്ലേ. അങ്ങനെ സിഗ്നൽ ഓണായി നമ്മൾ പോവുകയാണ്. ഇത് ഒരു ഫുട്ബോൾ കോർട്ടാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പാർക്കിനോട് ചേർന്ന് തന്നെ ആവുമ്പം പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കുറച്ചധികം നടക്കാനുണ്ട്. പക്ഷേ നടന്ന് ശീലമായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ചെറിയ ചെറിയ ദൂരമായി ഫീൽ ചെയ്യും. ഈ കാണുന്ന കട കണ്ടോ, ഈ കട അടച്ചിട്ടിരിക്കുന്നത്, ആ കടയിൽ നിന്നാണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ €1 നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും അവിടുന്ന്. €1 ചിലപ്പം ഒരു കെട്ട് ബനാന കിട്ടും, €1 കുറച്ച് ആപ്പിൾ കിട്ടും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓറഞ്ച് കിട്ടും. അപ്പോൾ അത് ഭയങ്കര ലാഭമാണ് നമുക്ക്. നമ്മൾ കടയിൽ പോയി മേടിക്കുന്നതിലും ലാഭമാണ്. പക്ഷേ പെട്ടെന്ന് തീർക്കണം, അതില്ലെങ്കിൽ പെട്ടെന്ന് അളിഞ്ഞു പോകും. അങ്ങനെയുണ്ട്. എന്നാലും നമുക്ക് അടുത്ത് തന്നെ അത്രയും വിലക്കുറവ് സാധനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് നല്ലതല്ലേ. അതുപോലെ നമുക്ക് അടുത്ത സാധനങ്ങൾ കിട്ടുന്ന ഒരു കട ഇമാനി. ഇതൊരു ഏഷ്യൻ സ്റ്റോറാണോ എന്ന് ചോദിച്ചാൽ ഏഷ്യൻ സ്റ്റോറാണ്. അവിടെ നമുക്ക് എല്ലാ സാധനവും കിട്ടും കേട്ടോ. പക്ഷേ പച്ചക്കറികൾ അധികം കിട്ടില്ല. ബീഫായാലും ചിക്കനായാലും ഇതെല്ലാം നമ്മൾ പറയുന്ന രീതിയിൽ അവർ നമുക്ക് വീട്ടിൽ തരും. അപ്പോൾ നമ്മൾ പറയാം കറി പീസാണെന്ന് പറഞ്ഞാൽ കറി പീസ് വീട്ടിൽ തരും. ഇപ്പോൾ സ്കിന്നൊക്കെ കളയുമ്പോൾ ഇവിടെ നമ്മൾ മേടിക്കാറ് സെയിം വില തന്നെ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുന്ന രീതിയിൽ വെട്ടിയൊക്കെ നമുക്ക് തരുമൊക്കെ ചെയ്യും. ഇതുവഴി നല്ല രസം. ഇവിടെ ഫുൾ പച്ചപ്പാണ്, നല്ല രസമാണ്. പച്ചപ്പും കുറേ ബിൽഡിങ്ങും അങ്ങനെ ആണ് ഞാൻ നടക്കുന്ന ഈ വഴി മാത്രമല്ല, ഞാനിങ്ങനെ ചില ദിവസം ഈ വഴി വരും, ചില ദിവസം വേറെ വഴി വരും, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഞാൻ നടക്കുന്ന വഴികളെല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇതാണ്, ഇങ്ങനെ നടന്നാണ് ഞാൻ വരാറ്. ഇത് ഇവിടുത്തെ ബസ്സാണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇതിനു മുമ്പ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് ബസ് സ്റ്റോപ്പ് വന്നത്. കുറച്ചായി വന്നിട്ട് അങ്ങനെ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ അയർലൻഡിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.